സ്വർഗത്തില് നിറയെ പൂക്കളുണ്ടോ? മോൾക്ക് അവിടെ ചെല്ലുമ്പോൾ എല്ലാം കാണാൻ പറ്റും. മാലാഖമാരെയും പൂക്കളും ചെടികളും കിളികളും എല്ലാം. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോവുക. ഇത് തന്നെ കുറിച്ചുള്ള പരാതികളുടെ എൻക്വയറി റിപ്പോർട്ടാണ്. കൈക്കൂലി വാങ്ങാത്ത ഒരു മാതൃക പോലീസുകാരനായിരുന്നല്ലോടെ താൻ. തനിക്ക് എന്തോടോ പറ്റിയേ? എനിക്ക് നല്ല പൊളിറ്റിക്കൽ പ്രഷറുണ്ട്. വിജിലൻസിന്റെ അന്വേഷണം പുറകെ വരുന്നുണ്ട്. തൽക്കാലം ഞാൻ ഒരു 6 മാസം സസ്പെൻഷനിൽ ഒതുക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. തനിക്ക് എന്തായിരുന്നു പണത്തിന്റെ ഇത്ര ആവശ്യം? മോളിന്ന് ആകെ വൈലന്റ് ആയിരുന്നു സാറേ. എല്ലാം വാരി വലിച്ചിട്ടാകാം. എന്നിട്ട് അവളെവിടെയാ? സാറ് മോളെ ഒന്നും പറയണ്ട. പയ്യെ പയ്യെ അവളുടെ കാഴ്ച പോവും. എനിക്കതറിയാം. ചെറിയ കൊച്ചല്ലേ, അവൾക്കത് താങ്ങാൻ പറ്റില്ല. മോള് വെക്കോ. ഞാൻ തീർത്തിട്ട് പൊക്കോളാം സാറേ. മോളെ ഇത് വച്ചോ. എൻ്റെ പണി പോയി. 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ വീട് ഒഴിയും. മോള് പോയിക്കോ. സാറേ, വീട് ഒഴിഞ്ഞാലും വാടകയ്ക്കാണെങ്കിലും എവിടെയാണെങ്കിലും കൊച്ചിനെ നോക്കാൻ ഞാൻ വരാം. കൊച്ചിൻ്റെ അമ്മയ്ക്കില്ലാത്ത ദുഃഖം നിനക്കെന്തിനാടേ? അവള് ഡിവോഴ്സും വാങ്ങി പഴയ കാമുവിനോടൊപ്പം ന്യൂസിലാൻഡിലേക്ക് പറക്കാൻ നിൽക്കുക. അവള് കാരണ ഞാൻ ഈ കുടീനായത്, കടക്കാരനായത്. ഇതെന്റെ വിദ്യ. മോളെ മീനു. അപ്പാ. മോളെ. അപ്പ എവിടെയാ? മോളെ വാ, എനിക്ക്. മോള് മരുന്ന് കഴിച്ചായിരുന്നോ? പൂവപ്പാ, ആ മരുന്ന് കഴിക്കുമ്പോ മീനിമോൾക്ക് ഉറക്കം വരാണ്. സാരില്ല, മോള് കിടന്നുറങ്ങിക്കോ. അതേടാ, സസ്പെൻഷനാ. ഇനിയിപ്പോൾ നീയും കൂടി എന്നെ ഉപദേശിക്കാനുള്ളൂ. എടാ, നീയും അപ്പനും സ്വത്തിൻ്റെ കണക്ക് പറയാനല്ലാതെ എന്നെ എന്നെങ്കിലും വിളിച്ചണ്ടടാ. നിന്റെ ചേട്ടൻ എന്താ പറ്റിയെന്ന് ഒരിക്കലെങ്കിലും നീ വിളിച്ചു ചോദിച്ചണ്ട. ഞാൻ തീർന്നടാ, തീർന്ന്. ഇനി എന്നെ ആരും അന്വേഷിക്കണ്ട. സെർച്ച് എവരിവെയർ. അയാൾ സ്ഥിരം പോകാറുള്ള എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കണം. ഞാനൊരു സൂയിസൈഡ് അറ്റംപ്റ്റിനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. എടോ, ഇതൊരു പക്ഷേ അയാളുടെ ഒരു യൂഷ്വൽ ടാക്ടിക്സ് ആവാം. ഏതായാലും അയാളൊരു പോലീസുകാരനല്ലേ? തനിക്കിത് വൈകാരികമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് തന്നെ ഇത് ഏൽപ്പിക്കുന്നത്. ഇപ്പോഴത്തെ അയാളുടെ മാനസിക നില അനുസരിച്ച് ഞാൻ പലതും സംശയിക്കുന്നുണ്ട്. അറിയാലോ. താങ്ക് യു സാർ. തൻ്റെ SHOനെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സോ ക്യാരി ഓൺ. ഓക്കെ സാർ. സാറിനറിയാലോ, ആകെ മാനസിക പ്രശ്നത്തിലായിരുന്നു സാറ്. ഒന്ന് മനസ്സ് തുറന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഇന്ന് പോയിരുന്നോ? എന്നോട് ഇനി വരണ്ടാന്ന് പറഞ്ഞു. ബാധ്യത തീർക്കാൻ സാറ് വീട് വിറ്റിരുന്നല്ലോ. 2-3 ദിവസം കഴിയുമ്പോൾ വീട് ഒഴിയുന്ന സാറ് പറഞ്ഞു. മീനുമോളിപ്പോൾ എവിടെയുണ്ടെന്ന് അറിയോ? സാധാരണ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാറാ പതിവ്. സാറേ, ഫോൺ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സഹായം ചെയ്യണം. സ്കൂളിൽ പോയി മീനുവിനെ കൂട്ടി എൻ്റെ വീട്ടിലൊന്നാക്കണം. ശരി സാർ.
സാറേ, ഉം. ജസ്റ്റിസ് സാറിൻ്റെ ഫോൺ ചാലക്കുടി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് ഓണായിട്ടുണ്ട്. പക്ഷെ അതൊരു ആക്രിയൊക്കെ പെറുക്കി കിടക്കുന്ന ഒരു തമിഴൻ്റെ ഫോൺ. അതിൻ്റെ പിന്നാലെ നമുക്ക് പോകണ്ടോ? നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള അയാളുടെ യൂഷ്വൽ ടാക്ടിക്സ് ആണ്. ഹീ ഈസ് പ്ലാനിങ് സംതിങ്. അതിനുള്ള സമയം കിട്ടണം. അതിന് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. അതിലൊന്നുമില്ല സാറേ. ഇവിടെ ഒന്നുമില്ലടേ. സാറേ ഇവിടെ ഒന്നുമില്ല. എല്ലായിടത്തും നോക്കി സാറേ, ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ശരിക്കും നോക്ക അവിടെ. എടാ നിങ്ങൾ ഇവിടെ നോക്കിയേ. ഒന്നങ്ങോട്ട് മാറി നോക്ക്. ഈ സൈഡ്. സാറേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇങ്ങേര് നമ്മളെ പറ്റിച്ചാണ് സാർ. സാറേ വണ്ടി ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആളിവിടെ ഒന്നുമില്ല. വെറുതെ മനുഷ്യ ചിറ്റിക്കാനുള്ള പരിപാടി. ശ്രദ്ധയിരിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ പൊഴിയിട്ട് നമ്മളെ പറ്റിക്കാനാണ് അല്ല സാറേ. കേറി പോരാ അവിടെ. വണ്ടി എടുക്കണോ? എന്റെ ഭാവി നശിപ്പിച്ചവന്റെ പേരും പറഞ്ഞ് ഇനി എന്നെ ഉപദ്രവിക്കുന്നു ജോണേ. സോറി, ഞാനധികം സമയമെടുക്കില്ല. സ്ഥിരമായി നിങ്ങൾ ജസ്റ്റ് ചേട്ടൻ പോകുന്ന ഏതെങ്കിലും സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ സർ? ഓക്കെ സർ. എന്ത്? മൈ ഗോഡ്. ചേച്ചി, മീനു മിസ്സിംഗ് ആണ്. സ്വന്തം കൊച്ചിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? അല്പം മനസാക്ഷി ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കേ. ജോണേ, ഇനി നീ അറിയാത്തതാണോ അറിയാത്തതെന്ന് നടിക്കണ്ടാണോ? മീനു എന്റെ കുട്ടിയല്ല. ഇതൊരു തരം ജനിതക രോഗാവസ്ഥയാണ്. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന് പറയും. ആ കുട്ടിക്കിപ്പോൾ ഏതാണ്ട് 90% ഇരുട്ടായി കഴിഞ്ഞു. ഫിനാൻഷ്യൽ ഇഷ്യൂസും ഫാമിലി പ്രോബ്ലംസൊക്കെ ആയിട്ട് ആകെ ഒരു പിടിവിട്ട അവസ്ഥയിലാണ് ആളിവിടെ എത്തണേ. ഒരു തരം സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടിയുടെ ഈ അവസ്ഥയാണ് ഒരു പരിധിവരെ അയാളെ പിടിച്ചു നിർത്തിയത്. ഡോക്ടർ, ആൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഏതോ ഒരു അച്ഛനെ പറ്റി പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. കേട്ടിടത്തോളം ഒരു ദിവ്യജ്ഞാനമുള്ള അച്ഛനോ മറ്റോ ആണെന്ന് തോന്നുന്നു. അച്ഛാ, പുറത്ത് 2 പോലീസുകാർ വന്നിട്ടുണ്ട്. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ. നിങ്ങളീ പറഞ്ഞ ആള് ഒരിക്കൽ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിൻ്റെ തിരശീല നടുവേക്ക് ഈശോ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കാൽക്കൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ പ്രാണൻ വെടിഞ്ഞു. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. സംഗതി എന്നെയും ഭയപ്പെടുത്തുന്നുണ്ട്. അരുതാത്തതെന്തോ, ഒരു പക്ഷേ ഒരു മരണം.
പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു കുരിശുമരണുണ്ടെങ്കിൽ ഒരു വീർപ്പുണ്ടാവും. 3-ാം ദിവസം. ഈ ദിവസം കടന്നു പോകരുത്. അതിനു മുമ്പ് ആളെ കണ്ടെത്തണം. അധികം ആരും എത്തിച്ചേരാത്തൊരു സ്ഥലത്താണ് അവരുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ നിറയെ തടസ്സങ്ങൾ പോലെ. അരുതാത്തത് എന്തോ. ജോണേ, എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുമ്പോൾ ഓർക്കുക, ഓൾവേസ് കീപ് റൈറ്റ്. പേപ്പ പേപ്പ മീനു മോളെ, സാറേ ആ ചേച്ചി. അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഇല്ല ചേച്ചി, ഒന്നും കിട്ടിയില്ല. ഞാനൊരു കാര്യം ഓർക്കുന്നുണ്ട്. ചേട്ടൻ സ്ഥിരമായി പോകുന്നൊരു സ്ഥലമുണ്ട്, മലയാറ്റൂര്. അതിർപ്പുള്ളി റൂട്ടിൽ വിജനമായൊരു പാതയുണ്ട്. അധികം അവിടെ ആരും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ്. ഐ തിങ്ക് ഹി വിൽ ബി ദേർ. ഒരു എഫിഷ്യൻ്റായ ഫോറസ്റ്റ് ഗാർഡിനെ അവർ അറേഞ്ച് ചെയ്ത് തരും. ഫയർഫോഴ്സും ആംബുലൻസും സജ്ജരാണ്. പക്ഷെ അവർ കാണാതായ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സാർ, ഇതിൽ വണ്ടി പോയില്ല, നമുക്ക് നടന്നു പോയിട്ട് വരും. ജോൺ, നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് കാട്ടാനക്കൂട്ട് ഇറങ്ങിയതായി റിപ്പോർട്ടുണ്ട്. സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ പോകരുത്. എയർഫോഴ്സ് ഓൺ ദി വേ ആണ്. അവരെത്തിയിട്ടേ തുടങ്ങാവൂ. സാർ, ഞങ്ങൾ ഓൾറെഡി മൂവ് ചെയ്തു സാർ. ചെറുവഴി മറവിട പടയിനി പൊരുതേ കാടാണേ നോവാണേ കാണാതെ മായല്ലേ. അപ്പേ, ഇനി എനിക്ക് ആരും കാണാൻ പറ്റില്ല അപ്പേ. ഇല്ല മോളെ. ഈശോട് പറഞ്ഞ ഈശോ ശരിയാക്കി തരോ അപ്പേ? ഈശോ നമ്മളെ കൈവിട്ടില്ല മോളെ. അല്ലെങ്കിൽ ഇത്രയും വലിയ ദുരിതം നമുക്ക് വരുമായിരുന്നോ? അപ്പ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിയുമ്പോൾ ഈശോനെ കാണാൻ നമുക്ക് പോകാം. അപ്പയ്ക്ക് ചോദിക്കണം, എൻ്റെ മോളെ എന്തിനെങ്കിലും ആക്കിയെന്ന്.
ഇനി മുന്നോട്ട് പോകുന്ന റിസ്ക്കാ സാറേ. ഫോറസ്റ്റ് ഡെൻസിറ്റി കൂടി വരുന്നത്. കൃത്യമായ സേഫ്റ്റി മെഷേഴ്സില്ലാതെ മുന്നോട്ട് പോയാൽ തിരിച്ചു വരുന്നത് പാടാകും സാർ. വി നീഡ് ടു വെയിറ്റ്. നമ്മൾ നഷ്ടപ്പെടുന്ന ഓരോ സമയവും അവരുടെ ജീവനോട് കിട്ടാനുള്ള സാധ്യത കുറയും. സാറേ പറയണ കേൾക്കും. നമ്മൾ ജീവൻ അപകടപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്കതൊരു മിസ്സിംഗ് കേസ് മാത്രമാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. വരേണ്ടവർക്ക് വരാം. ഇനി നമുക്കൊരു കളി കളിക്കാം. അപ്പം ഇനി കുറച്ച് നേരത്തേക്ക് സംസാരിക്കില്ല. മോള് പതിയെ നടന്നു വന്നിട്ട് അപ്പനെ കണ്ടുപിടിക്കണം. സമ്മതിച്ച? അപ്പ എന്ത് കളിക്ക? എനിക്ക് പേടിയാണപ്പ. അപ്പ എനിക്ക് പേടിയാണോ? അപ്പ എവിടെയാ? സാറേ എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കുമ്പോൾ ഓർക്കുക, ഓൾവേസ് കീപ് റൈറ്റ്. ടേക്ക് എ റൈറ്റ് ടേൺ. അപ്പ നമുക്ക് വീട്ടിൽ പോവാപ്പ. എത്ര നേരം അപ്പ? ജസ്റ്റേട്ടാ മോളെ അപ്പേനെ ഒന്ന് വിളിച്ചു നോക്കി. എനിക്കപ്പാ നമുക്ക് ഒളിച്ചു കളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പ എങ്ങോട്ടാ പോയേ? ഞാൻ പേടിച്ചു പോയപ്പാ. മോളെ അപ്പ കരയുണ്ട് കേട്ടോ. അപ്പയ്ക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അമ്മേ ചേച്ചി ജസ്റ്റിൻ ചേട്ടാ,
അപ്പനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവല്ലപ്പേ, എനിക്ക് പേടിയാ. മുന്നിൽ കാണുന്നവരൊക്കെ സഹായിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ചേട്ടൻ്റെ. ഓ, അപ്പൻ വീതം വെച്ച് കൊടുത്ത സ്വത്ത് വരെ വിറ്റു. ആരോ ഉപേക്ഷിച്ചു പോയൊരു കുട്ടിയായിരുന്നു മീനു. പിന്നെ ചേട്ടനെടുത്ത് വളർത്തി. ചേച്ചിക്ക് പിന്നെ സംശയം വളർന്നു തുടങ്ങി. മീനിനെ ചൊല്ലിയുള്ള വഴക്കിനെ പ്രതിയാണ് അവർ പിരിഞ്ഞത്. താങ്ക് യു സാർ. ഓക്കെ. അപ്പൊ മോൾക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് അപ്പനെ ഇഷ്ടാണ്, അമ്മേനെ ഇഷ്ടാണ്. ആ ആ. വാ വാ. ശരി. എന്തൊക്കെയുണ്ട് ജിനി, സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ടിരിക്കുന്ന അച്ഛ, നന്നായി പോകുന്നു. ആ കൊള്ളാം, എല്ലാം നന്നായി വരട്ടെ. അപ്പം മോളെ ഈ കൊന്തയൊക്കെ പിടിച്ചിട്ട് പൊക്കോട്ടോ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണോട്ടോ. ഓക്കെ. ദൈവത്തെ നഷ്ടപ്പെട്ടിടത്ത് നിന്നാണ് ജസ്റ്റിൻ ഓരോന്നായി നഷ്ടപ്പെട്ടു തുടങ്ങിയത്. യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ജസ്റ്റിൻ ഇപ്പോൾ ചെയ്ത പരിഹാരങ്ങളെ മുന്നിൽ കാണും. പക്ഷേ യുക്തിക്കപ്പുറം മറ്റെന്തോ ഉണ്ട്. മീനുവിനെ ഇനി ദൈവിക ചിന്തയോടെ വളർത്താൻ ജസ്റ്റിന് പറ്റണം. അപ്പ ശരി, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, സമാധാനമായിട്ട് പോകും. നമുക്കന്ന് പോയല്ലോ മോളെ. ആ പോവാപ്പാ. എന്നാ വാ, സൂക്ഷിച്ച്.